Hi dear students, welcome back to Professional Business Skills. Professional Business Skills in the Business Data Analysis എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 4 ടോപ്പിക്കുകളാണ്. ടൈപ്സ് ഓഫ് ഡാറ്റ അനാലിസിസ്, ഫേസസ് ഓഫ് ഡാറ്റ അനാലിസിസ്, കോമ്പോണൻസ് ഓഫ് ബിസിനസ് അനലിറ്റിക്സ്, ചലഞ്ചസ് ഫേസ്ഡ് ബൈ ബിസിനസ് അനലിറ്റിക്സ്. ഈ 4 ടോപ്പിക്കുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ടൈപ്സ് ഓഫ് ഡാറ്റ അനാലിസിസ്. ഡാറ്റ അനാലിസിസ് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ സെഷനുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഡാറ്റയെ പ്രോസസ്സ് ചെയ്ത് അതിനെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനായി കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. ഫ്യൂച്ചറിൽ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നതിന് വേണ്ടി യൂസ്ഫുൾ ആകുന്ന തരത്തിലേക്ക് ആ ഒരു ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു. അതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള കണ്ടന്റുകൾ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നു. അത്തരത്തിൽ ഇവാലുവേഷനാണ് ആക്ച്വലി ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും 4 ടൈപ്പാണ് ഡാറ്റ അനാലിസിസ് ഉള്ളത്. ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ്, ഡയഗ്നോസ്റ്റിക് അനാലിസിസ്, പ്രിഡിക്റ്റീവ് അനാലിസിസ്, പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ്. ഇങ്ങനെ 4 ടൈപ്പിലാണ് ഡാറ്റ അനാലിസിസ് ഉള്ളത്. ഓക്കെ, സോ നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ഫസ്റ്റ് വൺ, ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ്. ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് വാട്ട് ഈസ് ഹാപ്പനിങ്, എന്താണ് ആക്ച്വലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് പ്രസന്റ്ലി സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ. ഈ ഒരു ക്വസ്റ്റിനുള്ള ആൻസർ കണ്ടെത്തലാണ് ആക്ച്വലി ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡാറ്റകൾ നമ്മൾ കളക്ട് ചെയ്യുന്നു. ആ ഡാറ്റകൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ കണ്ടെത്തുന്ന ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിൽ നമ്മൾ കണ്ടെത്തുന്നത് എന്താണ്? ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പൻഡ്, എന്താണ് സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ വാട്ട് ഈസ് ഹാപ്പനിങ്, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഈ ഒരു അനാലിസിസിൽ കണ്ടെത്തുന്നത്. ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ഡിസ്ക്രൈബ് ഓർ സമ്മറൈസ് ദി പാസ്റ്റ് ആൻഡ് പ്രസന്റ് ഡാറ്റ. സോ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് നമ്മൾ ആ ഒരു വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ള ക്വസ്റ്റിൻ്റെ ആൻസർ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പാസ്റ്റ് ഡാറ്റയും പ്രസന്റ് ഡാറ്റയും ഒരു സമ്മറി നമ്മൾ എന്ത് ചെയ്യുകയാണ്, ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ സമ്മറൈസ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് കറൻ്റ്ലി. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സമ്മറി തയ്യാറാക്കുന്നതോട് കൂടിയിട്ട്, ഈ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് പ്രിപ്പറേഷനോട് കൂടിയിട്ട് നമുക്കൊരു കാര്യം മനസ്സിലാവും. എന്താണ്? വാട്ട് ഈസ് ഹാപ്പൻഡ്, എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഇൻ ദി പാസ്റ്റ് ആൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് കറൻ്റ്ലി എന്ത് സംഭവിക്കുന്നു, പാസ്റ്റ് എന്താണ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആർ യൂസ്ഡ് ടു അനലൈസ് ദി ഡാറ്റ. ഡാറ്റ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക് ടൂൾസുകളാണ് നമ്മളോട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് ആവറേജ് പോലെയുള്ള ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സുകളാണ് നമ്മൾ ഇത്തരത്തിലൊരു അനാലിസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ മന്ത്ലി സെയിൽസ് റിപ്പോർട്ട്. കഴിഞ്ഞ മാസം എത്രമാത്രം സെയിൽസ് ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ റിപ്പോർട്ട് എന്താണ്? ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ആണ്. കാരണം എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് പറയുന്നത്, അല്ലെ, എത്ര സെയിൽസ് നടന്നു എന്നുള്ളത്. സോ അതൊരു ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ദെൻ സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഡയഗ്നോസ്റ്റിക് അനാലിസിസ് ആണ്. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഡിസ്ക്രിപ്റ്റീവിൽ എന്തായിരുന്നു, എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ്. ദെൻ നമ്മൾ ഇവിടെ കണ്ടെത്തുന്ന, ഇവിടെ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഡയഗ്നോസ്റ്റിക് അനാലിസിസ് ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് ദ റീസൺസ് ഫോർ ഹാപ്പനിങ് തിങ്സ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റിവീൽഡ് ഇൻ ദ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ്. ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിലൂടെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ആ ഒരു ഇവന്റുകൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതായിരുന്നു. ദെൻ അതിന്റെ റീസൺ എന്ത് എന്നുള്ളതാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് അനാലിസിസിൽ കണ്ടെത്തുന്നത്. അത് മേ ബി പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. എനിവേ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു റീസൺ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് അനാലിസിസിൽ കണ്ടെത്തുന്നത്. ഇറ്റ് എക്സാമിൻ ദ പാസ്റ്റ് പെർഫോമൻസ് ടു ഡിറ്റർമൈൻ വാട്ട് ഹാപ്പൻഡ് ആൻഡ് വൈ. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പാസ്റ്റ് പെർഫോമൻസ് നോക്കുന്നുണ്ട്. പാസ്റ്റ് പെർഫോമൻസ് നമ്മൾ എക്സാമിൻ ചെയ്തിട്ടാണ് എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളത് നമ്മളിവിടെ എക്സാമിൻ ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് റീസൺസ് ബിഹൈൻഡ് പ്രോബ്ലംസ് ആൻഡ് ഇഷ്യൂസ് ഇൻ ബിസിനസ് ആൻഡ് ടു ട്രബിൾ ഷൂട്ട് ഇറ്റ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡയഗ്നോസ്റ്റിക് അനാലിസിസിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കിട്ടുന്നതിലൂടെ, ഡയഗ്നോസ്റ്റിക് അനാലിസിസിലൂടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? നമുക്ക് റീസൺസ് കണ്ടെത്താൻ കഴിയും. നമുക്ക് പ്രോബ്ലംസിന് റീസൺസ് കണ്ടെത്താൻ കഴിയും. എന്തുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം വന്നിട്ടുള്ളത്, എന്തുകൊണ്ടാണ് ഈ ഇഷ്യൂ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഒരു ഇഷ്യൂവിനെ ട്രബിൾ ഷൂട്ട് ചെയ്ത് അതിനെ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കാണാനും നമുക്ക് സാധിക്കുന്നില്ല. ട്രബിൾ ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണുന്ന ആ ഒരു ടെക്നിക്കിനാണ് നമ്മൾ ട്രബിൾ ഷൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ട്രബിൾ ഷൂട്ടിങ്ങിലൂടെ നമുക്ക് ആ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുന്ന ഒരു അനാലിസിസ് ആണ് ഡയഗ്നോസ്റ്റിക് അനാലിസിസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് സെയിൽസ് അനാലിസിസ് ടു ഫൈൻഡ് ഔട്ട് ദ കോസസ് ഓഫ് ലോ സെയിൽസ് വോളിയം ഇൻ ദി പാസ്റ്റ് ക്വാർട്ടർ. അത് നമ്മൾ പറഞ്ഞു, ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിൽ സെയിൽസ് റിപ്പോർട്ട്, കഴിഞ്ഞ മാസത്തെ നമ്മുടെ സെയിൽസ് റിപ്പോർട്ടാണ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിന്റെ എക്സാമ്പിൾ എങ്കിൽ, ആ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിൽ നമ്മളുടെ സെയിൽസ് റിപ്പോർട്ടിൽ സെയിൽസ് കുറവാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത്തരത്തിലൊരു ലോ സെയിൽസ് വന്നു, ഇനി കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറയാം എന്തുകൊണ്ട് സെയിൽസ് കൂടി അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു ഇവന്റ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതിന്റെ റീസൺ കണ്ടെത്തലാണ് ഡയഗ്നോസ്റ്റിക് അനാലിസിസ് എന്ന് പറയുന്നത്.
ദെൻ തേർഡ് വൺ പ്രിഡിക്റ്റീവ് അനാലിസിസ് ആണ്. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് ലൈക്ലി ടു ഹാപ്പൻ, എന്താണ് സംഭവിക്കേണ്ടത് എന്നുള്ളതാണ്, എന്താണ് ഫ്യൂച്ചറിൽ സംഭവിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്ന ഏരിയ. ദിസ് അനാലിസിസ് ഹെൽപ്സ് ടു പ്രിഡിക്റ്റ് ആൻഡ് ഫോർകാസ്റ്റ് ഫ്യൂച്ചർ ഇവന്റ്സ് ആൻഡ് ട്രെൻഡ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പാസ്റ്റ് ഡാറ്റ. പാസ്റ്റ് ഡാറ്റയുടെ ഹെൽപ്പോട് കൂടിയിട്ട് ഫ്യൂച്ചറിൽ എന്ത് ഇവന്റ് ആണ് അല്ലെങ്കിൽ എന്ത് ട്രെൻഡ് ആയിരിക്കും എന്നുള്ളത് ഫോർകാസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രിഡിക്റ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അനാലിസിസ് ആണ് പ്രിഡിക്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് യൂസസ് data mining, statistical models, machine learning and automation, artificial intelligence, etc. to extract trends from existing data and to form predictions about the future. ആ ഫ്യൂച്ചറിലേക്കുള്ള പ്രിഡിക്ഷൻ ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ചില ട്രെൻഡുകൾ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. ആ ഡാറ്റയിൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. ആ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഡാറ്റ മൈനിങ്, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽസ്, മെഷീൻ ലേണിംഗ്, ഓട്ടോമേഷൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയിട്ടുള്ള ടെക്നിക്കുകളും ടൂളുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രിഡിക്റ്റീവ് അനാലിസിസിൽ എന്ത് ചെയ്യുന്നത്, പ്രിഡിക്ഷൻസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ദെൻ പ്രിഡിക്റ്റീവ് അനാലിസിസ് അലൗ ഓർഗനൈസേഷൻസ് ടു ബിക്കം പ്രോ ആക്റ്റീവ് ആൻഡ് ഫോർവേഡ് ലുക്കിംഗ്. അതുകൊണ്ട് തന്നെ പ്രിഡിക്റ്റീവ് അനാലിസിലൂടെ നമ്മുടെ ഓർഗനൈസേഷന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ ഒരു പ്രോ ആക്റ്റീവും അതുപോലെ തന്നെ ഫോർവേഡ് ലുക്കിംഗ്, ഒരു ദീർഘവീക്ഷണമുള്ള ഒരു ഓർഗനൈസേഷനായിട്ടും വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഓർഗനൈസേഷനാക്കിയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ ഇത്തരത്തിലുള്ള പ്രിഡിക്റ്റീവ് അനാലിസിസിലൂടെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആണ് എസ്റ്റിമേഷൻ ഓഫ് ഫ്യൂച്ചർ സെയിൽസ് ബഡ്ജറ്റ് ടു പ്ലാൻ പ്രൊഡക്ഷൻ. അത് നമ്മുടെ ഫ്യൂച്ചറിൽ നെക്സ്റ്റ് മന്തിൽ എത്രമാത്രം സെയിൽസ് ഉണ്ടാവും എന്നുള്ളത് സെയിൽസ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ ബേസിൽ നമുക്ക് പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യാനും നമുക്ക് സാധിക്കും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അനാലിസിസ് ആണ് പ്രിഡിക്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. ദ ലാസ്റ്റ് വൺ പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ആണ്. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് വാട്ട് ഡു ഐ നീഡ് ടു ഡു. ഇവിടെ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് നമ്മളിവിടെ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. എന്താണ് നമുക്കിവിടെ ചെയ്യേണ്ടതായിട്ട് ഉള്ള കാര്യം എന്നുള്ളതാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. പ്രിസ്ക്രിപ്റ്റീവ് അനാലിറ്റിക്സ് മേക്ക് യൂസ് ഓഫ് ദ ഇൻഫർമേഷൻ റിസീവ്ഡ് ഫ്രം ഓൾ ഓവർ ദി അനാലിസിസ് ആൻഡ് ഫോംസ് എ പ്ലാൻ ഓഫ് ആക്ഷൻ ഫോർ ദി ബിസിനസ് ഓർഗനൈസേഷൻ. നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ തയ്യാറാക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസിലൂടെ നമുക്ക് കിട്ടുന്ന കാര്യം എന്ന് പറയുന്നത്. ആ പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത് മുമ്പേ നടത്തിയിട്ടുള്ള 3 അനാലിസിസിൻ്റെയും, നമ്മളിവിടെ മുമ്പേ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ്, ഡയഗ്നോസ്റ്റിക് അനാലിസിസ്, പ്രിഡിക്റ്റീവ് അനാലിസിസ്, ഈ 3 അനാലിസിസിലൂടെയും നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ്റെ ബേസിൽ നമ്മളിവിടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ, ഒരു ആക്ഷൻ പ്ലാൻ നമ്മൾ തയ്യാറാക്കുന്നു എന്നുള്ളതാണ് പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു ചൂസ് ദ ഡിസൈർഡ് കോഴ്സ് ഓഫ് ആക്ഷൻ എമംഗ് ദ അവൈലബിൾ ഓൾട്ടർനേറ്റീവ്സ് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ് ഓഫ് ബിസിനസ്. അതുകൊണ്ട് തന്നെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സും ഗോൾസും അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, ഒരുപാട് ആക്ഷൻസ് ഉണ്ട്, ഒരുപാട് ചോയ്സുകളുണ്ട്. ആ ചോയ്സിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചോയ്സിനെ സെലക്ട് ചെയ്യാൻ, ചൂസ് ചെയ്യാൻ നമ്മെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു അനാലിസിസ് എന്നുള്ളതാണ്. ഇറ്റ് ഓൾസോ പ്രിസ്ക്രൈബ്സ് സ്റ്റെപ്സ് ടു അവോയ്ഡ് ഫ്യൂച്ചർ പ്രോബ്ലംസ് ആൻഡ് ലോസ്. അതുപോലെ തന്നെ നമുക്ക് ഫ്യൂച്ചർ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് നിന്നും ലോസിൽ നിന്നുമൊക്കെ നമ്മളെ അവോയ്ഡ് ചെയ്യാൻ, അത്തരത്തിലുള്ള ലോസുകളും പ്രോബ്ലംസിനൊക്കെ അവോയ്ഡ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടെയാണ് പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ടൂൾസ് വിത്ത് ബിൽറ്റ് ഇൻ പ്രിസ്ക്രിപ്റ്റീവ് അനാലിറ്റിക്സ് ഈസ് നൗ അവൈലബിൾ ടു പ്രൊവൈഡ് യൂസേഴ്സ് ദി ആക്ഷണബിൾ റിസൾട്ട്സ്. അതുപോലെ തന്നെ ഇത്തരത്തിൽ പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ബിൽറ്റ് ഇൻ പ്രിസ്ക്രിപ്റ്റീവ് അനാലിറ്റിക്സുകളും അതിൻ്റെ ടൂൾസുകളൊക്കെ അവൈലബിൾ ആണ്. ഇത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളും അതുപോലെ തന്നെ പ്രോഗ്രാംസുകളൊക്കെ ആയിട്ട് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഈ ഒരു പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസിന് വേണ്ടിയിട്ട്. അതിൻ്റെ എക്സാമ്പിൾ ആണ് പ്ലാൻ ഓഫ് ആക്ഷൻ ഫോർ ദി ലോഞ്ചിങ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ്. ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാനുള്ള പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്, അല്ലെ പുതിയൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക അല്ലെങ്കിൽ അതിൻ്റെ പ്ലാനുകൾ തയ്യാറാക്കുക എന്നുള്ളത് ഒരു പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസിൻ്റെ ഒരു ഔട്ട്പുട്ടായിട്ട് നമുക്ക് പറയാവുന്നതാണ്. 4 അനാലിസിസ് പറഞ്ഞു: ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ്, ഡയഗ്നോസ്റ്റിക് അനാലിസിസ്, പ്രിഡിക്റ്റീവ് അനാലിസിസ്, പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ്. ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്യാണ്, പാസ്റ്റും പ്രസന്റിലും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ അത്തരത്തിലൊരു ഇവന്റ് സംഭവിക്കാനുള്ള റീസൺ എന്തുകൊണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. ദെൻ പ്രിഡിക്റ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ എന്തായിരിക്കും എന്നുള്ളത് പ്രിഡിക്റ്റ് ചെയ്യാണ്. പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ 3 അനാലിസിസിൻ്റെയും റിസൾട്ട്, അതിൻ്റെ എല്ലാം ആ ഒരു റിസൾട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഫ്യൂച്ചർ പ്ലാൻ തയ്യാറാക്കുന്നതിനാണ് പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്.
ഓക്കെ. ദെൻ നെക്സ്റ്റ് ഫേസസ് ഓഫ് ഡാറ്റ അനാലിസിസ്. ഡാറ്റ അനാലിസിന്റെ ഫേസസ് അല്ലെങ്കിൽ അതിന്റെ സ്റ്റേജസ് ആണ്, സ്റ്റെപ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്ന ഡാറ്റ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ, ഡിറ്റർമിനേഷൻ ഓഫ് ദ ടൈപ്പ് ഓഫ് ഡാറ്റ റിക്വയർഡ് ഓർ ഹൗ ദ ഡാറ്റ ഈസ് ഗ്രൂപ്പ്ഡ്. നമ്മൾ ആദ്യമായിട്ട് ഡാറ്റ അനാലിസിസ് നടത്തുന്നതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഡാറ്റ വേണം എന്നുള്ളത് സ്പെസിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഏത് ടൈപ്പ് ഡാറ്റയാണ് വേണ്ടത്, ഈ ഡാറ്റയെ നമ്മൾ എങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡാറ്റ അനാലിസിസിലേക്ക് പോകുമ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡാറ്റ ഏത് ടൈപ്പാണ് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡാറ്റ കളക്ഷൻ ആണ്, പ്രോസസ് ഓഫ് ഗ്യാതറിംഗ് ഇൻഫർമേഷൻ ഓൺ ടാർഗറ്റഡ് വേരിയബിൾസ് ഐഡന്റിഫൈഡ് ആസ് എ ഡാറ്റ റിക്വയർമെന്റ്. ഡാറ്റ റിക്വയർമെന്റ് ആയി ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ടാർഗറ്റ് വേരിയബിൾസിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക, ഇൻഫർമേഷൻ മീൻസ് ഡാറ്റ ഗ്യാദർ ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏത് ടൈപ്പാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുന്നു. ആ ടൈപ്പ് എവിടെ നിന്നാണോ നമുക്ക് കിട്ടുന്നത്, ഏത് വേരിയബിൾസ് നിന്നാണ്, ഏത് സോഴ്സിൽ നിന്നാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ആ സോഴ്സിൽ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളത്. അല്ലെ പ്രൈമറി ഡാറ്റാസ് ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡറി ഡാറ്റ ഉണ്ട്. അല്ലെ പ്രൈമറി, സെക്കൻഡറി അല്ലെങ്കിൽ ഏത് സോഴ്സിൽ നിന്നാണോ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ആ സോഴ്സിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് പറയുന്ന ഡാറ്റ പ്രോസസ്സിംഗ് എന്നുള്ളതാണ്. അതായത് കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ എന്ത് ചെയ്യണം, നമ്മൾ പ്രോസസ്സ് ചെയ്യേണ്ടതുണ്ട്. അല്ലെ അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ പ്രോസസ്സ് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ അതിനെ ഓർഗനൈസ് ചെയ്യേണ്ടതുണ്ട്. ദിസ് ഇൻക്ലൂഡ് സ്ട്രക്ചറിംഗ് ദ ഡാറ്റ ആസ് റിക്വയർഡ് ഫോർ ദ റെലവന്റ് അനാലിസിസ് ടൂൾസ്. അതായത് നമ്മുടെ അനാലിസിസ് ടൂൾസിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു ഡാറ്റയെ സ്ട്രക്ചർ ചെയ്യുക, അതിനെ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് ഡാറ്റ പ്രോസസ്സിംഗ് എന്നുള്ള ഈ മൂന്നാമത്തെ സ്റ്റേജിൽ പറയുന്നത്. ഓക്കെ. ദെൻ ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് ഡാറ്റ ക്ലീനിങ് ആണ്. അതായത് പ്രിവെന്റിങ് ആൻഡ് കറക്റ്റിംഗ് എറേഴ്സ്. നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റയിൽ ഒരുപാട് എറേഴ്സ് ഉണ്ടാവും. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഡാറ്റ, സെയിം ഡാറ്റകൾ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ വന്നിട്ടുണ്ടായിരിക്കും. ഇത്തരത്തിൽ എറേഴ്സിനൊക്കെ പ്രിവെന്റ് ചെയ്യുക, അതിനൊക്കെ കറക്റ്റ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് ഡാറ്റ ക്ലീനിങ് എന്നുള്ള നാലാമത്തെ സ്റ്റേജ്. ദെൻ ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് ഡാറ്റ അനാലിസിസ് ആണ്. അനലൈസ് ഡാറ്റ ടു ഡ്രൂ ഇൻഫറൻസസ് ആൻഡ് കൺക്ലൂഷൻ. അത് നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്തത് അതിൽ നിന്ന് ഒരു കൺക്ലൂഷനിലേക്ക്, ഒരു സമ്മറിയിലേക്ക്, ഒരു ഇൻഫറൻസിലേക്ക് എത്തുക എന്നുള്ളതാണ് ഡാറ്റ അനാലിസിസ് എന്നുള്ള അഞ്ചാമത്തെ സ്റ്റേജ് പറയുന്നത്. ദ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടിനെ നമ്മൾ റിപ്പോർട്ടായിട്ട് നമ്മുടെ ടോപ്പ് മാനേജ്മെന്റിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അതോറിറ്റിയിലേക്ക് അത് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഈ ഒരു സിക്സ്ത് ഫേസിൽ പറയുന്നത്. ദ റിസൾട്ട് ഓഫ് ദ ഡാറ്റ അനാലിസിസ് ആർ ടു ബി റിപ്പോർട്ടഡ് ഇൻ എ ഫോർമാറ്റ് ആസ് റിക്വയർഡ് ബൈ ദ യൂസർ ടു സപ്പോർട്ട് ദയർ ഡിസിഷൻ ആൻഡ് ഫർദർ ആക്ഷൻ. അവരുടെ ഫർദർ ആയിട്ടുള്ള ആക്ഷൻസിന് വേണ്ടിയിട്ട്, അവരുടെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് അവർ ഏത് രീതിയിലാണോ നമ്മൾ റിക്വയർഡ് ചെയ്തിട്ടുള്ളത്, ഏത് ഫോർമാറ്റിലാണോ അവർ റിക്വയർഡ് ചെയ്തിട്ടുള്ളത്, മേ ബി ടേബിൾ ആയിരിക്കാം അല്ലെങ്കിൽ വീഡിയോ ആയിരിക്കാം അല്ലെങ്കിൽ ഏത് രീതിയിലാണോ അവർ നമ്മോട് റിക്വയർഡ് ചെയ്തിട്ടുള്ളത് ആ രീതിയിൽ, ആ ഒരു ടൈപ്പിൽ, ആ ഒരു ഫോർമാറ്റിൽ നമ്മളത് റിപ്പോർട്ട് ചെയ്യുക, മീൻസ് നമ്മളത് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആറാമത്തെ സ്റ്റെപ്പ് പറയുന്നത്. സോ 6 ഫേസസ് ആണ് ഡാറ്റ അനാലിസിസിനുള്ളത്. ഒന്ന് ഡാറ്റ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ, ഏത് ടൈപ്പ് ഡാറ്റയാണ് വേണ്ടത് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുക. ദെൻ ആ ടൈപ്പ് ഡാറ്റ നമുക്ക് കിട്ടുന്ന സോഴ്സുകളിൽ നിന്നും കളക്ട് ചെയ്യുക. ദെൻ അതിനെ ഓർഗനൈസ് ചെയ്യുക, അതാണ് ഡാറ്റ പ്രോസസ്സിംഗ്. ദെൻ അതിലെ എറേഴ്സിനെല്ലാം പ്രിവെന്റ് ചെയ്യുക അല്ലെങ്കിൽ അതിലെ എറേഴ്സിനെല്ലാം കറക്റ്റ് ചെയ്യുക, ദാറ്റ് ഈസ് ഡാറ്റ ക്ലീനിങ്. ആൻഡ് അനാലിസിസ്, ഡാറ്റ അനാലിസിസ് മീൻസ് എന്ത് ചെയ്യുക, അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്തിട്ട് ഒരു കൺക്ലൂഷനിലേക്ക്, ഒരു ഇൻഫറൻസിലേക്ക്, അതിനൊരു ഇൻഫർമേഷൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ കമ്മ്യൂണിക്കേഷൻ, നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ടോപ്പ് അതോറിറ്റിയിലേക്ക് അല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെന്റിലേക്ക് അത് എന്ത് ചെയ്യുന്നു, പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഈ ഫേസ്. ദെൻ നെക്സ്റ്റ് കോമ്പോണൻസ് ഓഫ് ബിസിനസ് അനലിറ്റിക്സ്. ഫസ്റ്റ് വൺ പറയുന്ന ഡാറ്റ അഗ്രിഗേഷൻ ആണ്. അത് നേരത്തെ നമ്മൾ പറഞ്ഞു, അതായത് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റകളിൽ ഒരുപാട് എറേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ഇനാക്യുറസി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ഇൻകംപ്ലീറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്, അതുപോലെ തന്നെ നമുക്ക് യൂസബിൾ അല്ലാത്ത ഡാറ്റ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ഡാറ്റകളെല്ലാം ഈ എറേഴ്സിനെല്ലാം ഒഴിവാക്കുക എന്നുള്ളതാണ് ഡാറ്റ അഗ്രിഗേഷൻ എന്നുള്ള ഈ കോമ്പോണന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ പറയുന്ന ഡാറ്റ മൈനിങ് ആണ്. ഡാറ്റ മൈനിങ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡാറ്റ പ്രോസസ്സിംഗ് ആണ്. നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള വലിയ ഒരു മാസ് ഡാറ്റയിൽ നിന്നും, വളരെ വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന വിശാലമായിട്ടുള്ള ആ ഒരു ഡാറ്റയിൽ നിന്നും നമുക്ക് വേണ്ട ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്നും റെക്കഗ്നൈസ് ചെയ്യുക അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത്. അൺറെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ട്രെൻഡുകൾ, പാറ്റേൺസ്, മോഡൽസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഡാറ്റയിൽ നിന്ന്, ഈ എമൗണ്ട് ഓഫ് ഡാറ്റയിൽ നിന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതിനെയാണ് ഡാറ്റ മൈനിങ് എന്ന് പറയുന്നത്. അല്ലെ മൈനിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഖനനമാണ്. അല്ലെ ഖനനം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെ സ്വർണ്ണ ഖനനമൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും. അവിടെ നമുക്ക് വേണ്ട ഒരു എലമെന്റിനെ മാത്രം, ആ ഒരു ഡാറ്റയെ മാത്രം എന്ത് ചെയ്യണം, നമുക്കൊരു
ഒരുപാട് ഇൻഫർമേഷൻ, ഒരുപാട് ഡാറ്റ, 10,000 ഡാറ്റ ഉണ്ട്. അതെല്ലാം നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേണ്ട ഡാറ്റയെ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ നിന്നും ഐഡന്റിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് ആക്ച്വലി ഡാറ്റ മൈനിങ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ആക്ച്വലി ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ക്ലാസിഫിക്കേഷൻ അല്ലെ ഗ്രൂപ്പുകളാക്കുക, റിഗ്രഷൻ, ക്ലസ്റ്ററിംഗ് ഇങ്ങനെയുള്ള ടെക്നിക്കുകളൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ മൂന്നാമത്തെ കോമ്പണന്റ് എന്ന് പറയുന്നത് അസോസിയേഷൻ ആൻഡ് സീക്വൻസ് ഐഡന്റിഫിക്കേഷൻ ആണ്. അത് ചില കാര്യങ്ങളിൽ ചില വർക്കുകൾ ചെയ്യുന്ന സമയത്ത് നമ്മളത് അസോസിയേറ്റഡ് വർക്കുകളാവും, ചിലത് സീക്വൻസ്ഡ് ആയിട്ടുള്ള വർക്കുകളാവാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള അസോസിയേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ ഉണ്ടോ, സീക്വൻസുകൾ ആയിട്ടുള്ള വർക്കുകൾ വരുന്നുണ്ടോ, മീൻസ് ഡാറ്റകൾ വരുന്നുണ്ടോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ കോമ്പണന്റ് ആയിട്ട് പറയുന്നത്. അസോസിയേഷൻ ആൻഡ് സീക്വൻസ് ഐഡന്റിഫിക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്, അസോസിയേഷനും സീക്വൻസും. ഞാനതൊരു എക്സാമ്പിളിലൂടെ പറയാം. അസോസിയേഷന് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടൂത്ത് പേസ്റ്റും അതുപോലെ തന്നെ ടൂത്ത് ബ്രഷും, ഇത് രണ്ടും നമ്മൾ അസോസിയേറ്റഡ് പ്രൊഡക്റ്റുകളാണ്, അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന, ഒന്നില്ലാതെ മറ്റൊന്നും നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇത്തരത്തിൽ വരുന്ന ഡാറ്റകൾ ഉണ്ടായിരിക്കും. അതായത് ഒരു ഡാറ്റ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഡാറ്റയോടൊപ്പം കൂടെ വേറൊരു ഡാറ്റയും കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിലാണ് അത് എന്ത് ചെയ്യുക, റെലവന്റ് ആവുക, അത് മീനിങ് ഫുൾ ആവുക എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള അസോസിയേറ്റഡ് ആയിട്ടുള്ള ഡാറ്റകൾ വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ സീക്വൻസ് ഐഡന്റിഫിക്കേഷൻ ആണ്. സീക്വൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നെക്സ്റ്റ് വർക്കും ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ ചെയ്യാൻ സാധ്യതയുണ്ട്. സപ്പോസ് അതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു എയർലൈൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഒരു ഹോട്ടൽ റൂമും ബുക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അതാണ് നമ്മൾ സീക്വൻസ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ. നമ്മളൊരു സ്നാക്സ് വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ജ്യൂസോ കോഫിയോ ടീയോ നമ്മൾ എന്ത് ചെയ്യാനുള്ള, ഓർഡർ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു സീക്വൻസ് ആണ്, കാരണം അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതും അതിന്റെ കൂടെ വാങ്ങിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഡാറ്റകൾ ഉണ്ടായിരിക്കും. ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് വേറൊരു ഡാറ്റയും കൂടെ വരാനുള്ള സാധ്യതയുണ്ട്. അതിൽ അത്തരത്തിലുള്ള ഡാറ്റയിൽ കൂടെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ള ഒരു കോമ്പണന്റ് ആണ് ഈ അസോസിയേഷൻ ആൻഡ് സീക്വൻസ് ഐഡന്റിഫിക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് ടെക്സ്റ്റ് മൈനിങ് ആണ്. നമ്മൾ ഡാറ്റ മൈനിങ് പറഞ്ഞ പോലെ തന്നെ ടെക്സ്റ്റ് മൈനിങ് ഉണ്ട്. അതായത് നമ്മുടെ ബിസിനസിന്റെ പെർഫോമൻസിനൊക്കെ പിന്നെ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റുവൽ ഇൻഫർമേഷൻസ്, ടെക്സ്റ്റുവൽ ഡാറ്റകൾ നമുക്ക് വിവിധങ്ങളായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് കളക്ട് ചെയ്യാൻ കഴിയും. ചിലപ്പോൾ സോഷ്യൽ മീഡിയാസിൽ നിന്ന് കളക്ട് ചെയ്യാൻ കഴിയും, അതുപോലെ തന്നെ ബ്ലോഗിലെ കമന്റുകളിൽ നിന്ന് കളക്ട് ചെയ്യാൻ കഴിയും, നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളിലേക്ക് നൽകുന്ന ഫീഡ്ബാക്കുകളിൽ നിന്ന് കളക്ട് ചെയ്യാൻ കഴിയും അല്ലെ. ഇത്തരത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പിന്നെ സ്ക്രിപ്റ്റുകളിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റുവൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കളക്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. സോ ഇത്തരത്തിലുള്ള ഡാറ്റകൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പുതിയ പ്രൊഡക്റ്റുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമർ സർവീസ് എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ പെർഫോമൻസിനെ റിവ്യൂ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഡാറ്റകൾ, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതിനെയാണ് ടെക്സ്റ്റ് മൈനിങ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ടെക്സ്റ്റുവൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതാണ് ടെക്സ്റ്റ് മൈനിങ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഫോർകാസ്റ്റിംഗ് ആണ്. ഫ്യൂച്ചറിലെ ഇവന്റുകളെ ഫോർകാസ്റ്റ് ചെയ്യുക, പ്രിഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആക്ച്വലി ഫോർകാസ്റ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ചില സിറ്റുവേഷൻസ് വരുമ്പോൾ, ചില പിന്നെ ഫെസ്റ്റിവൽസ് ഒക്കെ വരുന്ന സമയത്ത് പെർട്ടിക്കുലർ ഏരിയയിൽ ചില കാര്യങ്ങൾക്കൊക്കെ, ചില പ്രൊഡക്റ്റുകൾക്കോ കൂടുതൽ ഡിമാൻഡ് വരാനുള്ള സാധ്യതയുണ്ട് അല്ലെ. ചില മാസങ്ങളിൽ എന്ത് ചെയ്യും, ചില ഏരിയകളിൽ പ്രത്യേകമായിട്ടുള്ള ഒരു ഗ്യാസ് കണക്ഷനോ അല്ലെങ്കിൽ ആ രീതിയിൽ പിന്നെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ്, എന്തെങ്കിലും ഒരു സർവീസിന് കൂടുതൽ ഡിമാൻഡ് വരാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, പാസ്റ്റ് ഡാറ്റ ഉപയോഗിച്ചിട്ട്, ഹിസ്റ്റോറിക്കൽ ഡാറ്റകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫ്യൂച്ചറിലെ ഇവന്റുകളെയും ബിഹേവിയേഴ്സിനെയും പ്രിഡിക്റ്റ് ചെയ്യുന്ന, ഫോർകാസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മളിവിടെ ഫോർകാസ്റ്റിംഗ് എന്നുള്ള ഈ ഒരു കോമ്പണന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദെൻ നെക്സ്റ്റ് പറയുന്നത് പ്രിഡിക്റ്റീവ് അനാലിസിസ് ആണ്. ആക്ച്വലി ഫോർകാസ്റ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്, ഫോർകാസ്റ്റ് ചെയ്യപ്പെടുന്നത് ഇതിലൂടെയാണ്, പ്രിഡിക്റ്റീവ് അനാലിറ്റിക്സിലൂടെയാണ്. പ്രിഡിക്റ്റീവ് അനാലിസിസിലൂടെയാണ് ഫോർകാസ്റ്റിംഗ് നമുക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതായത് നമുക്ക് ചില കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ചിലതൊക്കെ പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ ചില കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏജ് നോക്കിയിട്ട്, നമുക്ക് കസ്റ്റമറുടെ ഏജ് നോക്കിയിട്ട് അവർ എത്രത്തോളം പർച്ചേസ് ചെയ്യും, അവരുടെ ടേസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയും. അവരുടെ ഇൻകം ലെവൽ നോക്കിയിട്ട് നമുക്ക് അവരുടെ ടേസ്റ്റും പ്രിഫറൻസും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ അവരുടെ പിന്നെ ലൈഫ് ടൈം, എക്സിസ്റ്റിംഗ് അക്കൗണ്ടിന്റെ ലൈഫ് ടൈം നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ പ്രൊമോഷൻസിന്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ചില കാര്യങ്ങൾ നോക്കിയാൽ, ചില പ്രസന്റ് സിറ്റുവേഷൻസും പാസ്റ്റ് സിറ്റുവേഷൻസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ളത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു അനാലിസിസിനെയാണ് നമ്മൾ പ്രിഡിക്റ്റീവ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ഈ പ്രിഡിക്റ്റീവ് അനലിറ്റിക്സിലൂടെയാണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു കോമ്പണന്റ് കൂടെ നടക്കുന്നത്. ആക്ച്വലി ഇത് രണ്ടും എന്താണ്, ഒരു സെയിം റൂട്ടിൽ പോകുന്ന രണ്ട് കോമ്പണന്റുകളാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് പറയുന്ന ഒപ്റ്റിമൈസേഷൻ ആണ്. ഒപ്റ്റിമൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് സിമുലേഷൻ ടെക്നിക്സുകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ബിസിനസിന്റെ ബെസ്റ്റ് പിന്നെ സിനേറിയോ അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നതിനെയാണ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. സിമുലേഷൻ ടെക്നിക്സുകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ള
ആയിട്ടുള്ള ഓപ്ഷൻസിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏത് എന്നുള്ള ചൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഓപ്റ്റിമൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുന്നത് ഇൻവെന്ററി സ്റ്റോക്കിങ്ങും അതുപോലെ തന്നെ ഷിപ്പിംഗ് ഓപ്ഷൻസും, ഈ രണ്ട് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എത്രമാത്രം നമുക്ക് ഇൻവെന്ററി സ്റ്റോക്കിംഗ് ഉണ്ട്, എത്രമാത്രം ഷിപ്പിംഗ് ഓപ്ഷൻസ് ഉണ്ട്, മീൻസ് നമുക്ക് ഇത് ഡെലിവർ ചെയ്യാൻ, നമ്മുടെ പ്രൊഡക്റ്റുകൾ ഡെലിവർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഫെസിലിറ്റീസ് എത്രമാത്രം ഉണ്ട്, ഈ കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും, എന്ത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ എന്ത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും, ദാറ്റ് ഓപ്റ്റിമൈസ് ഡെലിവറി ഷെഡ്യൂൾസ് ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷനും നമുക്ക് നമ്മുടെ ഡെലിവറി ഷെഡ്യൂൾസും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിത്തൗട്ട് സാക്രിഫൈസിങ് വെയർഹൗസ് സ്പേസ്. വെയർഹൗസ് സ്പേസ് നമ്മൾ സാക്രിഫൈസ് ചെയ്യാതെ തന്നെ നമ്മളെ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫയബിൾ ആക്കാനും അതുപോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഡെലിവറി ഷെഡ്യൂൾസ് പ്രിപ്പയർ ചെയ്യാനും നമുക്ക് സാധിക്കും. കാരണം നമ്മുടെ സ്റ്റോക്ക് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഷിപ്പിംഗ് ഓപ്ഷൻസ് നമുക്കറിയാം. അപ്പോൾ ഈ അവൈലബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമ്മൾ നല്ല ഒരു സിനാറിയോ അല്ലെങ്കിൽ നല്ല ഓപ്ഷൻ ഏത് എന്നുള്ളത് നമുക്ക് ഇവിടെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഒപ്റ്റിമൈസേഷൻ എന്നുള്ള ഈ ഒരു കോമ്പണന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിമുലേഷൻ ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് ബെസ്റ്റ് സിനാറിയോ അല്ലെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനെ സെലക്ട് ചെയ്യുന്നതാണ് ഒപ്റ്റിമൈസേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്ന ഡാറ്റ വിഷ്വലൈസേഷൻ ആണ്. നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള അനാലിസിസിലൂടെ കണ്ടെത്തിയിട്ടുള്ള ആ ഒരു ഔട്ട്പുട്ടിനെ ഇന്ററാക്റ്റീവ് ഗ്രാഫിക്സും മറ്റു വിഷ്വൽ ഇമേജസും ഉപയോഗിച്ചിട്ട് പ്രസന്റ് ചെയ്യുന്ന ആ ഒരു കോമ്പണന്റ് ആണ് ഡാറ്റ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഡാറ്റയെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രസന്റ് ചെയ്യാം. നമ്മൾ കണ്ടെത്തിയിട്ടുള്ള കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റയും അതുപോലെ തന്നെ നമ്മൾ അനാലിസിസിലൂടെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഔട്ട്പുട്ടും ഒക്കെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യാം. സോ ആ രീതിയിലുള്ള ഗ്രാഫിക്സും വിഷ്വൽ ഇമേജസും ഉപയോഗിച്ചിട്ട് പ്രസന്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഡാറ്റ വിഷ്വലൈസേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കോമ്പണൻസ് ആയിട്ട് പറയുന്നത്. Then challenges faced by business analytics. ബിസിനസ് അനലിറ്റിക്സ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവർ ഫേസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ പറയുന്നത് എക്സിക്യൂട്ടീവ് ഡിസ്ട്രസ്റ്റ് എന്നുള്ളതാണ്. എല്ലാ ഓർഗനൈസേഷനിലും ഈ ഒരു ബിസിനസ് അനാലിസിസ് നടത്തുന്നത്, ബിസിനസ് അനലിറ്റിക്സുകളായിട്ട് വരുന്നത് ഒരിക്കലും ടോപ്പ് മാനേജ്മെന്റിലെ ആളുകളായിക്കോളണമെന്നില്ല. അതിന് ഏതെങ്കിലും എക്സിക്യൂട്ടീവ്സ് ആയിരിക്കും അതിലുണ്ടാവും, അല്ലെ? എക്സിക്യൂട്ടീവ് ലെവലിലുള്ള എംപ്ലോയീസ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള എക്സിക്യൂട്ടീവ് എംപ്ലോയീസിന് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ട്രസ്റ്റ് ചെയ്യേണ്ട, അവരെ നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്, അല്ലെ? അപ്പോൾ അത്തരത്തിലൊരു വിശ്വാസ്യത ഇല്ലായ്മ ഒരു പ്രോബ്ലം ആയിട്ട്, ഒരു ചലഞ്ച് ആയിട്ട് വരുന്നുണ്ട്. ദെൻ രണ്ടാമതായിട്ട് പറയുന്നത് പുവർ കൊളാബറേഷൻ ആണ്. അതായത് നമ്മുടെ ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും തമ്മിൽ ഒരു ടീം വർക്കോട് കൂടി ഒരു കൊളാബറേഷൻ അവിടെ ഉണ്ടാവേണ്ടതുണ്ട്, ഒരു കോപ്പറേഷൻ ഉണ്ടാവേണ്ടതുണ്ട്. അത്തരത്തിലൊരു കോപ്പറേഷനും ഒരു കൊളാബറേഷനും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ഇതിൽ വരുന്നുണ്ട്. ലാക്ക് ഓഫ് ടീം വർക്ക് എവിടെ വരുന്നുണ്ട്, ഒരു ബിസിനസ് അനലിറ്റിക്സിൽ ഒരു പ്രോബ്ലം ആയിട്ട്, ഒരു ചലഞ്ച് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു വർക്ക്, ആ ഒരു ബിസിനസ് അനാലിസിസ് എന്ന് പറയുന്ന വർക്ക് അവർക്ക് എഫക്റ്റീവ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം ആയിട്ട് പറയുന്നത്. മറ്റൊന്ന് പറയുന്നത് ലാക്ക് ഓഫ് കമ്മിറ്റ്മെന്റ് ആണ്. അതായത് നമ്മൾ ബിസിനസ് അനാലിസിസിന് വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ പാക്കേജുകൾ ഉപയോഗിക്കുന്നുണ്ട്. സോഫ്റ്റ്വെയർ പാക്കേജസ് ഉപയോഗിച്ചിട്ടാണ് ബിസിനസ് അനാലിസിസ് നടത്തുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ബിസിനസ് അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ പാക്കേജുകൾ അത്രത്തോളം എന്തല്ല, എഫക്റ്റീവ് അല്ലാത്ത ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു മൂന്നാമത്തെ ലാക്ക് ഓഫ് കമ്മിറ്റ്മെന്റ് എന്നുള്ള ഈ ഒരു ചലഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിസിനസ് അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ പാക്കേജുകൾ അത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് ചില സോഫ്റ്റ്വെയറുകൾ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത്, അല്ലെങ്കിൽ അതിന് പെട്ടെന്നൊരു റിട്ടേൺ നമുക്ക് ആ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ അതിനു വേണ്ടി ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്, ആ ഒരു ഇൻവെസ്റ്റ്മെന്റിന് പെട്ടെന്നൊരു റിട്ടേൺ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല എന്നുള്ളത് ഇതിന്റെ ഒരു ചലഞ്ചായിട്ട് പറയുന്നുണ്ട്. ഓക്കെ. ദെൻ മറ്റൊന്ന് പറയുന്നത് സ്ലോ ഇൻഫർമേഷൻ മെച്യൂരിറ്റി എന്നുള്ളതാണ്. മീൻസ് ലോ ക്വാളിറ്റി ഓഫ് ഡാറ്റ. ഡാറ്റയുടെ ക്വാളിറ്റി കുറഞ്ഞു പോകുന്നു എന്നുള്ളതും ഇതിന്റെ ഒരു ചലഞ്ചാണ്. കാരണം നല്ല ക്വാളിറ്റി ഡാറ്റ കിട്ടിക്കഴിഞ്ഞാലാണ് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ക്വാളിറ്റി ഇല്ലാത്തൊരു ഡാറ്റാസ് ആണ് വന്നിട്ടുള്ളതെങ്കിൽ, നേരത്തെ നമ്മൾ പറഞ്ഞു അത് പിന്നെ ഇനാക്യുറേറ്റ് ആയിട്ടുള്ളതാണ്, അതുപോലെ തന്നെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഡാറ്റകളാണ്. അപ്പോൾ അതൊന്നും നമുക്കൊരു നല്ല റിസൾട്ട്, നല്ലൊരു ബിസിനസ് അനാലിസിസ് നമുക്ക് നടത്തിയിട്ട് നല്ലൊരു റിസൾട്ട് നൽകാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചലഞ്ചസുകൾ ബിസിനസ് അനലിറ്റിക്സ് ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്ന ഒരു കാര്യം. ഓക്കെ. സോ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 4 കാര്യങ്ങളും പ്രത്യേകം നോട്ട് ചെയ്യുക. സോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.